അപ്പോൾ അങ്ങ് തമിഴിൽ നിന്ന് നമ്മുടെ ധനുഷിൻ്റെ കര എന്നാണോ കാര എന്നാണോ എന്ന് അറിയത്തില്ല, KAR എന്നാണ്. നമുക്കത് എങ്ങനെ വേണം വായിക്കാം. അപ്പോൾ അത് വിഘ്നേഷ് രാജാണ് ഡയറക്ടർ. വിഘ്നേഷ് രാജ എന്ന് പറയുന്നത് പുള്ളി പോർത്തൊഴിൽ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ, പുള്ളിയുടെ ഫസ്റ്റ് പടം പോർത്തൊഴിലായിരുന്നു, പുള്ളിയുടെ സെക്കൻഡ് ഫിലിമാണിത്. സോ പോർത്തൊഴിൽ വളരെ നല്ലൊരു പടമായിരുന്നു. മീൻസ് ഒരു നല്ല വെൽ ഡയറക്റ്റഡ് മൂവിയായിരുന്നു പോർത്തൊഴിൽ. റൈറ്റിംഗ് ആയാലും ഡയറക്ഷൻ വൈസ് ആയാലും നല്ലതായിട്ട് ചെയ്യുന്ന ഒരു പടമാണ്. ഞാൻ തിയേറ്ററിൽ കണ്ട പോർത്തൊഴിൽ. എനിക്ക് ഫസ്റ്റ് വർഷം ഞാൻ ആ പടം കണ്ടുകൊണ്ട്, കാര്യം അതിൻ്റെ പ്രിവ്യൂ ഇതുപോലെ തന്നെ എന്തൊരു പ്രിവ്യൂ ഷോ നടത്തിയിട്ട് നല്ല റെസ്പോൺസ് വന്നു. പിറ്റേ ദിവസം അപ്പോൾ ഞാൻ ആ റെസ്പോൺസിന് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. അത്ര നേരം ഞാൻ അതിൻ്റെ ട്രെയിലർ പോലും കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ അതിന് ശേഷമാണ് ട്രെയിലർ കണ്ട ആ പടം ഫസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ടതാണ്. സോ പുള്ളിയുടെ രണ്ടാമത്തെ സിനിമയാണ് കര. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫേസസ് ഓഫ് കര എനിക്ക് തോന്നുന്നു ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ആവാം എന്നൊന്നും അതിൻ്റെ ഒരു വീഡിയോ വന്നു, നമുക്കൊന്ന് കണ്ടു. വെയിൽസ് ഇൻട്രൊഡക്ഷൻ. ജർമ്മൻ മുത്തുസലം കേസമാറല്ലേ മമിത പക്ഷേ ഇത് കുറച്ചുകൂടെ കർണാസ് സുരായേട്ടൻ ഇനി തമിഴിലാണ്. കലിപ്പ് പോകാൻ ഏപ്രിൽ 30 കരാന്നാണ് പടത്തിന് പേര് കേട്ടോ. കലിപ്പ് പെടാൻ തോന്നുന്നു കേട്ടോ. എനിക്ക് മറ്റേ ഒരു കർണൻ്റെ വൈബില്ലേ, കർണൻ്റെ വൈബ്. ഞാൻ വേറൊരു പടം എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത് ഈ മ്യൂസിക് കേട്ടോ. മ്യൂസിക് വീരധീരസൂരന് അതിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു ഇതില്ലേ, അതുപോലെ പെട്ടെന്ന് എനിക്ക് അതുമായിട്ടൊരു സംബന്ധം തോന്നിപ്പോയി. ഇത് തന്നെ ഇതെനിക്ക് തോന്നുന്നു ഭയങ്കര റൂറൽ സെറ്റിങ്ങിലുള്ള ഒരു റിവെഞ്ച് പടം ആവാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. എന്താണ് പടത്തിൻ്റെ പരിപാടി? ജയറാമേട്ടനും എല്ലാവരും, സുരാജേട്ടൻ ഇപ്പം എത്ര തമിഴിൽ മറ്റേ യൂത്ത് അവിടെ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും കുറച്ച് കിട്ടുന്ന സാധനമാണ്. ഇതിൽ എന്താണ് വില്ലനായിരിക്കും തോന്നുന്നു. കാരണം വേറെ ആരും കാണുന്നില്ലല്ലേ. വേറെ വില്ലൻ എന്ന് പറഞ്ഞൊരു ആളെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു സുരാജേട്ടനായിരിക്കും തോന്നുന്നില്ല. അല്ല, ജയറാമാണ് വില്ലനൊക്കെ റൂം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ലുക്ക് ഉണ്ടെങ്കിൽ തോന്നിയില്ല. അത് തന്നെ. ഇനി വല്ല സസ്പെൻസ് വല്ല അതെ. സോ കര ഏപ്രിൽ 30. അപ്പം ഇനിയിപ്പോൾ അടുത്ത മാസത്തേക്ക് ഇനി എൻ്റെ ടീസറോ ട്രെയിലറൊക്കെ വരത്തുള്ളൂ. ട്രെയിലർ വരുമ്പം നമുക്ക് റിയാക്ട് ചെയ്യാം കുറച്ചുകൂടെ ഡീറ്റെയിൽ. എനിക്ക് തോന്നുന്നു നല്ല വയലൻറ്റ് ആക്ഷൻ പടം ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അത് റിവെഞ്ച് മോഡിലുള്ള കുറച്ച് സീരിയസ് പടമായിരിക്കും. അതായത് ഈ പടത്തിൽ എല്ലാവരുടെയും ഇപ്പോൾ ഈ ഫേസസ് ഓഫ് കര എന്ന് പറഞ്ഞ് കാണിക്കുന്ന എല്ലാവരും ഭയങ്കര സീരിയസ് ആണ്. മമിത ഉൾപ്പെടെ ഭയങ്കര സീരിയസ്. മമിത അത് തന്നെ പറയാൻ വന്ന കാര്യം. മമിതയുടെ ഭയങ്കര ചേഞ്ച് ആയിട്ടുള്ളൊരു ലുക്ക്. കാരണം ഇതുവരെയുള്ള എല്ലാ പടത്തും മറ്റേ കോളേജ് കുട്ടി അല്ലെങ്കിൽ മറ്റേ ആ ലെവലായിരിക്കില്ല. ഇത് കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ടുള്ള ക്യാരക്ടർ, കുറച്ചുകൂടി ഇമോഷണലി ഗ്രൗണ്ട് റൂട്ട് ആയിട്ടുള്ള ക്യാരക്ടർ, കുറച്ചുകൂടി ഇമോഷണലി ഇത് ഹാൻഡിൽ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് സോ നമുക്ക് ഏതായാലും നോക്കാം. പിന്നെ എനിക്ക് KS ശ്രീകുമാറിൻ്റെ ലുക്കൊക്കെ ഉണ്ടാകും. പുള്ളി ഭയങ്കര നമ്മളങ്ങനെ കാണാത്ത പോലെ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഭാരതരാജയാണെന്ന് തോന്നി. അത് കഴിഞ്ഞപ്പോൾ ഇത്തിരി പേരിൽ കാണിച്ചപ്പോഴാണ് തോന്നിയത്. അല്ല, പുള്ളി ഇപ്പോൾ ഓൾറെഡി അങ്ങനത്തെ റോളൊക്കെ എടുക്കുന്നുണ്ട്. പുള്ളി നല്ലൊരു പെർഫോമറാണ്. ജയപ്രകാശ് അല്ലേ മ്യൂസിക്? ജയപ്രകാശ്, അതാണ് ജയപ്രകാശ്. മറ്റേ വീരധീരസ്വരൻ്റെ പുള്ളിയായിരുന്നു. ആരായിരുന്നു ചെയ്തത്? വീരധീരസ്വരൻ്റെയും പുള്ളിയായിരുന്നു ചെയ്തിരുന്നത് അല്ലേ? അതെ, ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ജയപ്രകാശ് കുമാറായിരുന്നു. സോ അതാണെന്ന് തോന്നുന്നു. ഒരു ഭയങ്കര സിമിലർ ഒരു ടോൺ അതിൻ്റെ തോന്നി. എനിക്കറിയില്ല, നോക്കാം. അപ്പോൾ കരയുടെ ട്രെയിലറോ ടീസറോ എന്തെങ്കിലുമൊക്കെ കുറച്ച് വരട്ടെ നമ്മൾ. അപ്പോൾ അതും നമുക്ക് റിയാക്ട് ചെയ്യാം.